മേശക്കടിച്ച് ഉത്തരവിട്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ MLA പണി തുടങ്ങുമ്പോൾ രാത്രിക്ക് രാത്രി തഹസീൽദാറിന് പോലും മുട്ടുമടക്കേണ്ടി വരികയാണ്. മാങ്കൂട്ടം തനിച്ചായിരുന്നില്ല. പാലക്കാട്ട് സകല ജനങ്ങളെയും കൂട്ടിക്കൊണ്ടായിരുന്നു തഹസീൽദാർക്ക് മുന്നിൽ, കൃഷി ഓഫീസർക്ക് മുന്നിലും മാങ്കൂട്ടം വട്ടമേശ സമ്മേളനം നടത്തിയത്. ശേഷം ഇത് നടന്ന് ചെരിപ്പ് തേഞ്ഞവന്റെ പ്രതികാരമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം കൃത്യം പറയുകയും ചെയ്യുന്നുണ്ട്. ചോദ്യങ്ങളാണ് പരിഹാരം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു വരുന്നത് പാലക്കാട് കണ്ണാടിയിൽ കൃഷി ഓഫീസറെ ഉപരോധിച്ച് കോൺഗ്രസ് സമരം നടത്തി. അതിന് ചുക്കാൻ പിടിച്ചത് മാങ്കൂട്ടമാണ്. ലൈഫ് ഭവൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്ന സ്ഥലങ്ങളെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി എന്നാരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ഡാറ്റാ ബാങ്ക് എന്നത് ഇന്നും അവ്യക്തതയോടെ കിടക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്ത് 1/3 ഭൂമിയും നികത്തപ്പെട്ടതോടെ കൃഷി ചെയ്യാനായി മണ്ണില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂമി ചില തരം മാറ്റത്തിലേക്ക് എത്തിച്ചു. നിയമപരമായ അർഹത ഉണ്ടായിട്ടും വീട് വെക്കുന്നതിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കാലം കഴിക്കുന്ന നിരവധി പേർക്ക് ആശ്വാസകരമായ വാക്കുകളായിരുന്നു ഒരിടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ അതിലെ ചില വാക്കുകളും വ്യക്തത കുറവുകളും വീണ്ടും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിരവധി നിർവചനങ്ങൾ ഉണ്ടാക്കുന്നതും തെറ്റിദ്ധാരണ പരത്തുന്നതിനും കാരണമായിട്ടുണ്ട്. അതിലൊന്നാണ് താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത അർഹതപ്പെട്ട കുടുംബത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും, നെൽവയൽ തണ്ണീർത്തര പരിധിയിൽപ്പെട്ടാലും, ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് പഞ്ചായത്ത് നഗരസഭ അനുമതി വീട് വെക്കാൻ അനുമതി നൽകണം എന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഈ മറുപടിയെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ട് നിരവധി പേരാണ് ഡാറ്റാ ബാങ്കിലെ ഭൂമികളുടെ നിയമക്കുരുക്ക് അഴിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും അഴിഞ്ഞു കിട്ടുമെന്നുമൊക്കെ സന്തോഷിച്ചത്. എന്നാൽ അതിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്നത് അർഹത എന്ന വാക്ക് പലവിധ അർത്ഥങ്ങൾ വരുത്തിയപ്പോൾ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ വീട് വെക്കാനാവാതെ കുറെ മനുഷ്യർ ഓഫീസുകൾ മുഴുവൻ കയറി ഇറങ്ങുകയാണ്. അവിടേക്കാണ് മാങ്കൂട്ടം ഇന്നലെ എത്തിയത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ലൈഫിൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രയാസം തഹസിൽദാർക്കറിയാം. അതിപ്പം വീട് അനുവദിക്കപ്പെടാനുള്ള പ്രയാസം ആ ലൈഫിൽ വരുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഡാറ്റാ ബാങ്ക് ഇഷ്യൂ ആണ്. 2, ഓൾറെഡി ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ ഇരിക്കുന്ന ലോൺ അതിന്റെ കാലാവധി കഴിയുമ്പോൾ അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്നതിന്റെ പേരിൽ പുതുക്കാൻ കഴിയാത്ത സാഹചര്യം. പുതിയതായിട്ട് ഈ വസ്തു മാത്രമുള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ലോണോ വിവാഹത്തിനൊരു ലോണോ ഒക്കെ എടുക്കണമെങ്കിൽ അത് കഴിയാൻ പറ്റാത്ത സാഹചര്യം. അസുഖമുള്ള ലോണൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവർ പറയുന്ന വാദം പ്രയോറിറ്റി ചെയ്യുന്നുണ്ട്. 1.5 വർഷമൊക്കെ ആയിട്ട് ഇവിടെ നടന്ന ചെരുപ്പ് കഴിയുന്ന ആളുകളുടെ സ്പെസിഫിക് കേസ് നടക്കുന്ന ആളുകൾ പറയുന്നത് സ്പെസിഫിക് 1, 2, 3 എന്ന് പറഞ്ഞൊരു പേര് പറയുക. അപ്പോൾ ഇന്ന് ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കാത്തിരിക്കുമ്പോൾ ഒരു വീടിന്റെ വീടിലേക്ക് എടുക്കുന്നു. അതെടുത്തിട്ട് പിന്നെ സാങ്കേതികമാണെന്നും പറഞ്ഞ് വീണ്ടും 5-6 വർഷമാണെങ്കിൽ മനുഷ്യന് വീട് അത്യാവശ്യമുള്ള കാര്യമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് വീട് കിട്ടിയിട്ട് കാര്യമില്ല. ഇന്നും വേണ്ടതല്ലേ വീട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അടിയന്തരമായി ഗ്രഹിക്കുന്നു. കണ്ണാടിയിൽ വ്യാപകമാണ്. കണ്ണാടിയിൽ കഴിഞ്ഞ